ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 28 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, കേരള എൻട്രൻസ്, രജിസ്ട്രേഷൻ തുടങ്ങി. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം മത്സരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണിത്. മലയാള മനോരമയും മാതൃഭൂമിയും മാധ്യമവും ദേശാഭിമാനിയുമൊക്കെ ഏറ്റവും വിശദീകരണത്തോടുകൂടി, ഏറ്റവും പ്രത്യേകതയോടുകൂടി, പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠന പരിശീലനവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് ഇന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്: എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, കേരള എൻട്രൻസ്, രജിസ്ട്രേഷൻ തുടങ്ങി. അപേക്ഷ ഏപ്രിൽ 17 വരെ. പ്രവേശന പരീക്ഷ ജൂൺ 1 മുതൽ 9 വരെ. ആദ്യ ദിനത്തിൽ രജിസ്ട്രേഷൻ 1000 കടന്നു തുടങ്ങിയ വിശദാംശങ്ങളിലൂടെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഈ വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മാധ്യമം പത്രം പരിശോധിക്കുമ്പോൾ മാധ്യമത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ അര പേജ് നിറയെ ഏറ്റവും വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുകയാണ്: കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് അപേക്ഷിക്കാം. ഒറ്റ അപേക്ഷ മതി. അവസാന തീയതി ഏപ്രിൽ 17. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ജൂൺ 1 മുതൽ 9 വരെ. ഇവിടെ ഇന്ന് മാധ്യമം പത്രം ഈ അപേക്ഷിക്കേണ്ട രീതി, 5 ഘട്ടങ്ങളായിട്ട് അപേക്ഷിക്കേണ്ട രീതിയെപ്പറ്റി വിശദാംശങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ രജിസ്ട്രേഷൻ, വിവരം നൽകൽ, ഫോട്ടോ, ഒപ്പ്, രേഖകൾ സമർപ്പണം, പ്രിൻ്റ് ഔട്ട് എടുക്കൽ തുടങ്ങി 5 വിവിധ ഘട്ടങ്ങൾ അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ വാർത്ത. മാതൃഭൂമി ആവട്ടെ, ഇന്നത്തെ മാതൃഭൂമി പത്രം ഏതാണ്ട് 1 പേജോളം ഈ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരള പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനം 2024 എന്നാണ് ഹെഡിങ്. വിവിധങ്ങളായ കോഴ്സുകൾ, വിവിധ ബ്രാഞ്ചുകൾ, പലതരത്തിലുള്ള കോളേജുകളും അവയുടെ സീറ്റിൻ്റെ എണ്ണവും, വിവിധ യോഗ്യതകളെ പറ്റിയുള്ള വിശദാംശങ്ങൾ, റാങ്കിങ് മെത്തേഡുകൾ, കൂടാതെ അപേക്ഷ ഫീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ, പ്രായം, അങ്ങനെ എല്ലാ വിവരണങ്ങളും ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ ഇന്നത്തെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മലയാള മനോരമയും ഇതേ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മലയാള മനോരമയുടെ റിപ്പോർട്ടിംഗ് ഇതാണ്: മാറ്റങ്ങളോടെ കേരള എൻട്രൻസ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ബി.ഫാം, മെഡിക്കൽ, അഗ്രികൾച്ചർ അനുബന്ധ കോഴ്സുകൾ, കേരള കാർഷിക സർവകലാശാലയിലെ വിശേഷ കോഴ്സുകൾ എന്നിവയിലെ ബാച്ചിലർ പ്രവേശനത്തിന് ഏപ്രിൽ 17 വൈകിട്ട് 5 മണി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴിയാണ് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കേണ്ടത്. SSLC, തത്തുല്യ സർട്ടിഫിക്കറ്റ്, സ്വദേശവും ജനനത്തീയതിയും തെളിയിക്കുന്നുള്ള രേഖകൾ, കയ്യൊപ്പ്, 6 മാസത്തിനകം എടുത്ത ഫോട്ടോ എന്നിവയും ഒപ്പം സമർപ്പിക്കണം. അർഹത തെളിയിക്കുന്നതിനുള്ള മറ്റു രേഖകൾ ഏപ്രിൽ 24 വൈകിട്ട് 5 സമർപ്പിച്ചാൽ മതി. അഡ്മിറ്റ് കാർഡ് മെയ് 20 മുതൽ ഡൗൺലോഡ് ചെയ്യാം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാഫലം ജൂൺ 20 മുൻപ് അറിയാം. റാങ്ക് ലിസ്റ്റുകൾ ജൂലൈ 20 അറിയാം. ഇനി അപേക്ഷിക്കേണ്ട രീതി, കോളേജുകൾ, സീറ്റുകൾ, വിവിധങ്ങളായ കോഴ്സുകൾ, മൊത്തം കേരളത്തിലെ കോളേജുകളുടെ എണ്ണം, വിവിധങ്ങളായ പഠനശാഖകൾ, ഇതെല്ലാം സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ പ്രോഗ്രാമിനും വേണ്ട യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നു. റാങ്കിങ് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്, +2 മാർക്ക് ആഡ് ചെയ്യുന്ന രീതികൾ, അങ്ങനെ എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളോടെ മലയാള മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ 2 വെബ്സൈറ്റുകളെ പറ്റി പറഞ്ഞിരിക്കുന്നു. പൊതുവിവരങ്ങൾക്ക് www.ce.kerala.gov.in എന്നും, അപേക്ഷാ സമർപ്പണത്തിന് www.ce.kerala.org എന്നോ, ഇങ്ങനെ 2 വെബ്സൈറ്റുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കൂടാതെ മറ്റൊരു വാർത്തയും കൂടെ പറയുന്നു: കുസാറ്റ് പൊതുപ്രവേശന പരീക്ഷ മെയ് 10 മുതൽ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഈ അധ്യയന വർഷത്തെ വിവിധ പ്രോഗ്രാമുകൾക്ക് മെയ് 10, 11, 12 തീയതികളിൽ
നടക്കും. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.